ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. അതായത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒമാൻ ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനം നമ്മൾ അധികം ആൾക്കാരും കഴിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനമാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒമാൻ ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫ്ലോറാണ്. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ബദാമുണ്ട്, ക്യാഷ്നട്ടുണ്ട്, പിസ്തയുണ്ട്, പിന്നെ നമ്മുടെ ഈന്തപ്പഴമുണ്ട്, പിന്നെ എന്താ പറയുന്നത് ഇത് വാൾനട്ട്. ഇത്ര ഐറ്റംസ് നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ പഞ്ചസാര, പിന്നെ നമുക്കിത് കലക്കാനുള്ള വെള്ളം, നെയ്യ്, റോസ് വാട്ടർ, കുങ്കുമപ്പൂവ്, പിന്നെ നമ്മുടെ ഇത് പഞ്ചസാരയും നമ്മുടെ എന്താ പറയുന്ന ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കമാ ആദ്യമായിട്ട് നമ്മുടെ ഈ കോൺഫ്ലോർ, ഏകദേശം ഞാനിപ്പോൾ ഇത് 1 കിലോ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലോർ നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. കാരണം ഇത് കെട്ടാതെ നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്യണം. കോൺഫ്ലോർ എല്ലാം കെട്ടാതെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കലക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കി കഴിയണം. അതിന് നമ്മൾ ആക്ച്വലി ഇത് ഉണ്ടാക്കുന്ന ഹലുവ ഉണ്ടാക്കുന്ന ഉരുളിക്കകത്താണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ നാടൻ പഞ്ചസാര, അതായത് ഏകദേശം ഒരു 1.5 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ബ്രൗൺ കളറിലെ പഞ്ചസാര വരുമല്ലോ, അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു പഞ്ചസാര എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് നല്ല ഒരു പഞ്ചസാര ലായനിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കോൺഫ്ലോറില്ലേ, നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന നമ്മുടെ കോൺഫ്ലോർ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കോൺഫ്ലോറും പിന്നെ നമ്മുടെ പഞ്ചസാര ലൈനിയും കൂടെ നമ്മൾ ഇത് നല്ലപോലെ ഇനിയിപ്പം ഉടച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അപ്പം ഇത് നമുക്കൊന്ന് സെറ്റാക്കി ഒരു എന്താ പറയുന്നത്, ഇത് ഫുള്ള് മെൽറ്റാക്കി കട്ട നല്ല സെറ്റായിട്ട് നമുക്ക് ഈ കോൺഫ്ലോറും നമ്മുടെ പഞ്ചസാര ലൈനും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് ബാക്കി നമ്മുടെ സാധനങ്ങളെല്ലാം. കാരണം ഇത് കട്ട കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്കിത് സെറ്റായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് നമുക്കിത് എന്താ പറയുക, നമുക്ക് ഹലുവയ്ക്ക് നമ്മളിത് തീ കുറച്ചിട്ട് നല്ലപോലെ ഇത് ഉടച്ചെടുക്കണം. നമ്മൾ ആ കോൺഫ്ലോർ നമ്മുടെ പഞ്ചസാരയും കൂടെ നല്ലപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി കിട്ടണം. അപ്പോൾ നമുക്ക് ആ ഒരു പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഹലുവയൊക്കെ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പം ഏകദേശം കോൺഫ്ലോർ എല്ലാം ഒന്ന് കുറുകി ഒന്ന് ആ ഒരു കളറെല്ലാം മാച്ചായി വന്നിട്ടുണ്ട്. പുറത്ത് നല്ല അടിപൊളി മഴയാണ്. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പറക്കി നമ്മൾ നമ്മുടെ കാർ പോർച്ചിലെത്തി. അപ്പോൾ ഇതിനകത്ത് നമുക്കിനിപ്പോൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കണം നമുക്ക് നെയ്യാണ്. അപ്പോൾ ഞാനിപ്പം ആവശ്യത്തിന്, അതായത് ഇപ്പോൾ ഒരു 4-5 സ്പൂണ് നെയ്യ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഏലക്കയും നമ്മുടെ പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചാണ്. അപ്പോൾ അത് ഒരു കുറച്ച് ഏലക്കായും പഞ്ചസാരപ്പൊടിയും കൂടെ ആവശ്യത്തിനുള്ള നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ റോസ് വാട്ടറിനകത്ത് ഇട്ട് വെച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനൊപ്പം തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സസ്, നമ്മുടെ ക്യാഷ്നട്ട്, ബദാം, പിന്നെ പിസ്ത, നമ്മുടെ എന്താ പറയുന്നത് ഈന്തപ്പഴം, ഈ സംഭവങ്ങളെല്ലാം കൂടെ നമ്മളിതെല്ലാം നെയ്ക്കകത്ത് വറുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് നമുക്കിതെല്ലാം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് കണ്ടോ,
ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഹാർഡാവണം. ഇതിപ്പോൾ ലൈറ്റാണ്, അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഹാർഡാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, മധുരം എന്തെങ്കിലും അഡീഷണൽ ആവശ്യമുള്ള കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് ചില പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹലുവ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ, നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് നല്ല ഡാർക്ക് കളർ, ആ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ പുള്ളിട്ടായിട്ട് നമ്മൾ എന്താ പറയുക, നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടെ, പിന്നെ നമ്മളെ എന്താ പറയുന്നത്, നമ്മുടെ കുങ്കുമപ്പൂവും പിന്നെ അതിനകത്ത് റോസ് വാട്ടർ, ഇതെല്ലാം കൂടെ അതിൻ്റെ എല്ലാം കൂടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ്. ഓക്കെ, ഇതിപ്പം ഹലുവ ഏകദേശം നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക്, കാരണം ഇത് എന്താ പറയുക, കൂടുതൽ ഇത് കട്ടിയാവത്തില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് സെറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഹലുവ എങ്ങനെ ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കണ്ടേ. ഇതിപ്പോൾ നമ്മൾ തണുക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് ചൂടോടെയും കഴിക്കാൻ നോക്കും, ഇത് തണുത്തിട്ടും കഴിക്കാം. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ശകലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യും. അതിനുശേഷം നമുക്കിത് എങ്ങനെ ഉണ്ടെന്നും കൂടെ നോക്കാം. ഇപ്പോൾ ഞാനാണോ ടെസ്റ്റ് ചെയ്യുന്നത്? ആണോ? ടെസ്റ്റ് ചെയ്യാം, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാമെന്ന് നോക്കണ്ടേ? ടേസ്റ്റ് ചെയ്യാനായിട്ട് അല്പം ഹലുവ എടുത്തിട്ടുണ്ട്. വേണ്ട, ആദ്യം പൊന്നിക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കുക. എങ്ങനുണ്ട്? ചൂടായിരുന്നു? പുള്ളിയോ? ഞാൻ വായിന്നേണ്ട തുപ്പ് വെള്ളമൊക്കെ പോന്ന്. ശരണം തട്ടെ, ചൂടില്ല, ഊതിയിട്ട് തരാം. ഇപ്പം എങ്ങനെയുണ്ട്? ആണോ? സംഭവം അടിപൊളിയാണ്. അതിനകത്ത് എന്താ പറയുന്നത്, എനിക്കൊന്ന് ഇപ്പോൾ നമ്മളുണ്ടാക്കിയതിനകത്ത് എനിക്ക് ആ റോസ് വാട്ടറിൻ്റെ ഒരു ഫ്ലേവർ ശകലം മുമ്പോട്ട് നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷേ ഇതാണ് ഇതിൻ്റെ പരുവത. കണ്ടോ, അവരുടെ സാധാരണ നമ്മുടെ ഹലുവ മാതിരി ഒരുപാട് തിക്കാവത്തില്ല. ഇതാണ്ടോ, ഇങ്ങനെ നിൽക്കും നമ്മുടെ ഒമാൻ ഹലുവ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡ്രൈ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല വേറെ അടിപൊളി ടേസ്റ്റാണിത്. പൊളി സാധനം. അപ്പോൾ ഇതെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ഓക്കെ, ബൈ ബൈ പറവനി, ബൈ 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 ബൈ.